വെക്കുക, എന്നിട്ട് അവിടെ കിടന്ന് ശാസിക്കുക. സാത്താന് പോലും മനസ്സിലായില്ല ഇതാരെയായി ശാസിക്കുന്നത്. പാവം നീർക്കോലി വഴിതെറ്റിയതിലും കണ്ടു വന്നതാ. ഒരു കോഴി വീടിൻ്റെ വാതിൽ വഴി അറിയാതെ പോയപ്പം അതിൻ്റെ ഗതികേട് കൊണ്ട് അറിയാതെ ഇട്ടുപോയ ഒരു മുട്ട 21 ദിവസത്തെ ഉപവാസമായി മാറുക. നമുക്കെല്ലാരെയും പേടിയാ. അവരെൻ്റെ കൊച്ചിനെതിരെ പോരാടുന്നു, ഇവരെൻ്റെ ചർച്ചിനെതിരെ പോരാടുന്നു, അവരെനിക്കെതിരെ. നിങ്ങൾ എന്നോട് കൂടെ ഇല്ലെന്ന് എനിക്ക് തോന്നല്ലേ? അങ്ങനെ ഞാൻ വലിയൊരു ഭാരവും ചുവന്നോട് നടക്കുന്നതിനിടയ്ക്ക് എനിക്ക് ദൈവമഹത്വം അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ശാസന കഴിഞ്ഞിട്ട് സ്തോത്രം പറയാൻ സമയം കിട്ടാത്തവരാ നമ്മൾ. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയട്ടെ, ഇതിനെല്ലാം ഫലിച്ച് കഴിഞ്ഞിട്ട് അപ്പാ നീ എനിക്ക് വേണ്ടി ചങ്കല ചോര തന്നതിനായി നന്ദി എന്ന് പറഞ്ഞ് 4 സ്തോത്രം പറയാൻ നിങ്ങൾ ആഴമായിട്ട് ഇന്ന് രാവിലെ എന്നെ കേട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുക. പൗലോസ് ഭയങ്കര കൂളാണ്. ഒരു ഹൈഡ്രജൻ ബലൂൺ പോലെ ഭാരമില്ലാതെ അങ്ങ് ജീവിക്കുക. ആരാണ്ട് പൗലോസിനോട് പറഞ്ഞു, പൗലോസേ നീ യെരൂശലേമിൽ പോകരുത്, ബന്ധനം. പൗലോസ് വളരെ സിമ്പിളായിട്ട് പുള്ളി പറഞ്ഞു താങ്ക് യു. കാര്യം എന്താണെന്നറിയോ? ഞാൻ മരിക്കാൻ തയ്യാറായി നടക്കുക, പിന്നെ എനിക്ക് ബന്ധനത്തെ കുറിച്ച് പേടിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി പറയുന്ന വാക്ക് ദുർവ്യാഖ്യാനം ചെയ്യരുത്. പൗലോസ് ജീവിച്ചത് പ്രവചനത്തിന്റെ അടിയിലല്ല, പ്രവചനത്തിന്റെ മേളിലാണ്. എന്ന് പറഞ്ഞാൽ ദൈവാലോചനയ്ക്ക് മേളിൽ കയറി ചവിട്ടി എന്നല്ല എന്റെ അർത്ഥം. എന്റെ മുമ്പിൽ നിൽക്കുന്നത് ബന്ധനമാണെങ്കിൽ ബന്ധനത്തിന് എന്നെ വേദനിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വലുത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നടക്കുകയാണ്. നല്ലപോലെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് കൈയടിച്ച് യേശുവിനൊന്ന് മാത്രം. എനിക്ക് പാട്ടൊക്കെ എന്റെ തൊണ്ടയിലോട്ട് ഇങ്ങനെ തള്ളിക്കേറി വരുന്നുണ്ട്. പക്ഷേ പാടിയാൽ ഇവന്മാരെല്ലാം കൂടെ എന്നെ കൊല്ലുന്നത് കൊണ്ടാണ് ഞാൻ പാടാത്തത്. ഹല്ലേലൂയ. ഗതികേടുണ്ട്. അപ്പൊ നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടാവും. 2 ചെടി അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്നു. 2 ചെടിയിലും നല്ല പൂ ഉണ്ടാകുന്നു. അന്നേരം ആളുകളെല്ലാം വന്നു വൗ. ഇപ്പോഴത്തെ ഭാഷയാ വൗ. ഈ വൗ കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർത്തോണം, അടുത്ത മാസം ഈ വൗ ഇല്ല. കാരണം എന്താ? അടുത്ത മാസം ആ പൂവില്ല. അതുകൊണ്ടാണ്. കാര്യം ആ പൂ കൊഴിഞ്ഞു പോകും, അതിന്റെ ഏതലാട്ടിർന്ന് താഴെ വീഴും. അപ്പൊ അടുത്ത മാസം ഈ വൗ എനിക്ക് കിട്ടുകയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഈ മാസം വൗ കേൾക്കുകയാണെങ്കിൽ അടുത്ത മാസം സങ്കടപ്പെടാതെ ജീവിക്കാം. 2 ചെടിയിലെ പൂ കൊഴിഞ്ഞു പോയി. ഒരു ചെടിക്ക് ഡിപ്രഷൻ. ഞാൻ ഇനി പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല, ആരാധനയ്ക്ക് പോകുന്നില്ല, കൈയടിക്കത്തില്ല, ഗ്ലോറി പറയത്തില്ല. കാര്യം എന്താ? പൂ കൊഴിഞ്ഞു പോയി. ആൻസൈറ്റി, ഡിപ്രഷൻ. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ചെടിയുടെ പൂ കൊഴിഞ്ഞു പോയി. ഭയങ്കര ഹാപ്പി, സന്തോഷം. ബ്രെഡും പഴവും ഒക്കെ ബിരിയാണി തിന്നുന്ന പോലെ തിന്നുക. ചെറിയ കാര്യങ്ങൾ വലിയതാന്നോർത്തങ്ങ് ആസ്വദിക്കുക. മാരുതിയെ കയറി പോകുന്നത് ബെൻസെ പോകുന്നത് പോലെയാ. ഇതൊക്കെ മനസ്സിന്റെ പ്രോബ്ലം അല്ലേ? 400 രൂപയുടെ ചുടിദാർ 4000 രൂപയുടെ ചുടിദാർ പോലെ ഇട്ടുകൊണ്ട് നടക്കുക. അന്നേരം മുഖത്തിന്റെ വെട്ടം നിങ്ങൾ കണ്ടോ? അന്നേരം എല്ലാരും ചെന്ന ആ ചെടിയോട് ചോദിച്ചു, മറ്റേ ചെടിക്ക് ഡിപ്രഷനാ, നിനക്കെന്നാ സന്തോഷം? അന്നേരം ആ ചെടി പറഞ്ഞു കേൾക്കണോ, ഞാൻ കൊഴിഞ്ഞു പോയതിനോർത്ത് സങ്കടപ്പെടുകയല്ല, അടുത്ത പൂ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് ഞാൻ. നല്ലപോലെ ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ദൈവമക്കളോട് പറയുന്നു, കഴിഞ്ഞ മാസത്തിലെ സങ്കടങ്ങളെ താലോലിക്കാനല്ല നാം ഇരിക്കുന്നത്, അടുത്ത മാസം ദൈവം ചെയ്യാൻ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കാണാത്തത് ഇതിനകത്തിരിക്കുന്ന ആരോടോ ദൈവം പറയുക, കണ്ണുനീർ തുടയ്ക്ക്, വേദന മാറ്റിവെക്ക്. ദൈവം നിനക്ക് വേണ്ടി ചിലത്
ദൈവത്തെ സ്തുതിക്കാൻ. ശ്രദ്ധിച്ചേ, നിങ്ങളൊന്ന് മനസ്സുകൊണ്ടൊന്ന് തീരുമാനമെടുത്ത്. നമ്മൾ ഈ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാ. കഴിഞ്ഞ ദിവസം യോഗ നടക്കരുത്. ഞാൻ 1-2 യോഗ നിങ്ങളുടെ ലൈവ് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ വരുന്ന ദൂത് ഈ പ്രസംഗിക്കുന്ന ദൈവദാസന്റെ വായും കൂടെ കൂട്ടി നിങ്ങൾ പറിച്ചെടുക്കുക. ഇങ്ങനെ പിടിക്കുക. അങ്ങനെയൊക്കെ പിടിച്ച് നിങ്ങൾ ധാരാളം സ്റ്റോർ ചെയ്തിട്ടുണ്ട്, whatever. പക്ഷേ ഈ സ്റ്റോറി ചെയ്തതെല്ലാം നശിപ്പിക്കുന്നത് നിങ്ങളുടെ സങ്കടങ്ങളാണ്. തെളിവ് പറയാം. 3 ദിവസം യേശു ദൈവരാജ്യം പ്രസംഗിച്ചു മരുഭൂമിയിൽ, ഓർക്കുന്നുണ്ടോ? 3-ാം ദിവസം വൈകുന്നേരം ദൈവം പറഞ്ഞു, ഇവർക്ക് ഭക്ഷണം കൊടുക്കാതെ വിടരുതെന്ന് പറഞ്ഞു. അതിന്റെ കാര്യം എന്താണെന്നറിയോ? ആത്മാവിൽ പ്രാപിച്ചത് ജഡത്തിലെ പ്രശ്നങ്ങൾ ഹൈജാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞായറാഴ്ച 11:45 വരെ 3-ാം സ്വർഗത്തിലും തിങ്കളാഴ്ച തൊട്ട് പാതാളത്തിലും ജീവിക്കുന്ന ആളുകളെ മനസ്സുകൊണ്ട് പറ, സത്യമാണ്. ഞായറാഴ്ച 7 മണി കഴിഞ്ഞ പിന്നെ 3-ാം സ്വർഗത്തില്. ചിലരുടെ ആരാധന കണ്ടാൽ സൂക്ഷിച്ചില്ല, അവർ 4-ാം സ്വർഗത്തിലോട്ടും കയറും. കാരണം ഇടിച്ചു നിൽക്കുക. പക്ഷേ ഈ തിങ്കളാഴ്ച വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവര് പാതാളത്തിലോട്ട് പോകുന്നത്. നിങ്ങൾ പത്രോസിനെ കണ്ടിട്ടില്ലേ? ഞാൻ ആരാടാ? ഒറ്റച്ചാട്ടത്തിന് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അടുത്ത ദിവസം ഈ പുള്ളി തന്നെ പറയാ, നീ മരിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. കർത്താവ് പറഞ്ഞു, സാത്താനേ. കണ്ടോ? അപ്പൊ ഈ മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 3-ാം സ്വർഗത്തിൽ നിന്നും ദൂത് പ്രാപിക്കും, പാതാളത്തിൽ നിന്നും ദൂത് പ്രാപിക്കും. മനഃപൂർവ്വമായിട്ട് ആമേൻ പറഞ്ഞേ. എന്നോട് കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. പൗലോസ് വളരെ ഫ്രീ ആണ്. പൗലോസ് വളരെ ഫ്രീ ആണ്. കാരണം അറിയോ? ഈ നെഞ്ചിനകത്ത് ഭാരം ചുമക്കാതെ ഈ മനുഷ്യൻ വളരെ ഫ്രീ ആണ്. അലക്സാണ്ടർ എന്നോട് ദോഷം ചെയ്തു. എൻ്റെ ദൈവമേ, ആ ചെന്തങ്ങായുടെ കൊല അവന്റെ തലയിൽ വീണിട്ട് അവന്റെ ഓർമ്മ പോയി. അവന്റെ മൂക്കിൽ കൂടെ ചോര വന്ന്. നോ, അയാളുടെ വഴി. അയാൾ എന്നോട് ദോഷം ചെയ്തു, അത് സത്യ. പക്ഷെ ദൈവം ഉണ്ടല്ലോ. ഞാൻ ഇന്നലെ രാത്രി കുറെ പ്രാവശ്യം എൻ്റെ മനസ്സിൽ വന്നൊരു വാക്കാണ്, ഈ ഹാമാന്മാർക്ക് കഴുകുമരം ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ, അതിൽ ആര് തൂങ്ങണമെന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. ഒരു കുടുക്ക് പിശാച് നിനക്കെതിരെ ഉണ്ടാക്കിയാൽ അതിൽ ആര് കുടുങ്ങണമെന്ന് തീരുമാനിക്കുന്നത് സാത്താനല്ല, എന്റെ തമ്പുരാനാണ്. ആ കയ്യൊന്നുയർത്തിന് ഹല്ലേലൂയ. ഞാൻ അതൂതുമായിട്ട് മുമ്പോട്ട് പോട്ടെ. ഹല്ലേലൂയ. പൗലോസ് തിമോത്തിയോസിനെ കാണുക. എല്ലാവരും എന്നോട് കൂടെ വരണേ പ്ലീസ്. ഐ എം സോറി പ്ലീസ്. തിമോത്തിയോസിന് ഇങ്ങനെ ഫെയ്ത്ത് തിളക്കിയ, വിശ്വാസം ഇങ്ങനെ തിളക്കിയ. ഈ വിശ്വാസത്തിന്റെ പ്രത്യേകത, വിശ്വാസവും വീര്യപ്രവൃത്തിയുടെ വരവും ഒരേ പോക്കറ്റിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് പൗലോസ് തിമോത്തിയോസിൽ കാണുന്നത് ഫെയ്ത്ത് ആണെങ്കിലും നാളെ ഇവനിലൂടെ വീര്യപ്രവൃത്തി ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പൗലോസിന് അറിയാം. അതുകൊണ്ട് തന്നെ ദൈവമക്കൾ ഓർത്തോണം, വിശ്വാസമുള്ള സഭ നാളെ വീര്യപ്രവൃത്തിയുടെ സഭയായി മാറും. എന്നിട്ട് പൗലോസിന്റെ പ്രത്യേകത, അവന്റെ അക്കൗണ്ട് ഏത് ബാങ്കിലാണ് നല്ല ചോദിച്ചത്. ചെന്ന് വെച്ച് ലെൻസ് വെച്ച് എന്നോട് കൂടെ വന്നേ, ഇവന്റെ ഫെയ്ത്തിനെ അളക്കാൻ തുടങ്ങി. അളക്കാനല്ല, ഫെയ്ത്തിന്റെ സോഴ്സിലേക്ക് പോയി. സോഴ്സിലേക്ക് പോയപ്പോ പൗലോസിന് മനസ്സിലായി, ഇതിന്റെ ഉറവ ഇവനിലല്ല, ഉറവ ഇവന്റെ അമ്മയിലാണ്. കണ്ടോ കണ്ടോ കണ്ടോ, കൈമാറ്റം എന്ന വാക്ക് വരുന്ന കണ്ടോ? ഉറവ സോഴ്സിലോട്ട് പോയി. ഉറവ, അതാ ഞാൻ എപ്പോഴും പറയുന്നത്, നല്ലായിട്ട് കൈയടിക്കുന്ന അമ്മയ്ക്ക് ആരാധിക്കുന്ന മക്കളുണ്ടാകും. പണ്ട് ഒരു പാസ്റ്റർ പറഞ്ഞു, എനിക്ക് ക്ഷീണമായതുകൊണ്ട് ഞാൻ ഇരുന്ന് പ്രസംഗിക്കുകയാണ്. നരസഭയിലെ സെക്രട്ടറി ഞാൻ പിന്നെ ഞങ്ങൾ കിടന്ന് കേട്ടോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഇരുന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർക്ക് കിടന്ന് കേൾക്കുന്ന വിശ്വാസി. അങ്ങനെയാ. കൈയടിക്കാത്ത അമ്മയ്ക്ക്
ഉറങ്ങുന്ന മകൾ പോകുന്നുണ്ടോ? വിശ്വാസം അവന്റെ അമ്മയിലെ വിശ്വാസം സെർച്ച് ചെയ്തപ്പോ ഇതിന്റെ ഓണർ അമ്മയല്ല, വല്യമ്മയാണ്. ഇനി 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 നിങ്ങളോട് ഞാൻ പറഞ്ഞ ആ റേഞ്ച് നിങ്ങൾ എത്തിയ നന്നായിരുന്നു. ഈ വലിയമ്മയിൽ നിന്ന് അമ്മയിലേക്ക് കൈമാറി, അമ്മയിൽ നിന്ന് മകനിലേക്ക് കൈമാറി. അപ്പൊ 3 ജനറേഷൻ മാറി വന്ന ഫെയ്ത്ത് ആണ് തിമോത്തിയോസിൽ തിളയ്ക്കുന്നത്. ഇനി ശ്രദ്ധിച്ചോണം, ഈ തിമോത്തിയോസിൽ തിളച്ച വിശ്വാസം കണ്ട് 3ാം സ്വർഗത്തിൽ കയറിയ പൗലോസ് ഞെട്ടിയെങ്കിൽ വല്യമ്മയുടെ ഫെയ്ത്ത് എന്തായിരിക്കും? എനിക്കറിയില്ല നിങ്ങളിത് മനസ്സിലാക്കിയിട്ടാണോ കൈയടിച്ചത്, എനിക്ക് മനസ്സിലായില്ല. കൈമാറ്റത്തിൽ ഇപ്പോ ഇവിടെ ഒരു പൈപ്പ് ഓൺ ചെയ്ത് വെക്കുന്നു, ഇതിന്റെ താഴെ ഒരു കുടം വെച്ചിട്ട് ആ പൈപ്പ് ഓഫ് ചെയ്യാതെ തന്നെ അടുത്ത കുടം വലിച്ചു വെക്കത്തില്ലേ? മൂള്. നിങ്ങൾ ആരും അറിയാതെ ഈ 2 കുടത്തിന്റെ ഇടയിലൂടെ കുറച്ച് വെള്ളം ലോസ് ചെയ്യപ്പെടുന്നുണ്ട്, ഇല്ലേ? ഇല്ലേ? എന്നാൽ ഈ വല്യമ്മയിലെ വിശ്വാസം നഷ്ടപ്പെടാതെ മകൾക്ക് കൈമാറി. പോട്ടെ, ഞാൻ ആ ദൂതന്റെ ഗൗരവത്തിലേക്ക് വരാം. അങ്ങനെ തിമോത്തിയോസിന് ഈ വിശ്വാസം തിളയ്ക്കുന്ന കണ്ടപ്പോൾ പൗലോസിന്റെ പ്രശ്നം, തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് മരിക്കാൻ പോവുക. അവിടത്തൊരു വാക്യം കിടപ്പുണ്ട്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. എന്താ അതിന്റെ അർത്ഥം? എന്റെ കഴുത്തെ കത്തി വീഴാൻ പോകുകയാ, എന്റെ കഴുത്ത് മുറിയാൻ പോകുകയാ, എന്റെ ചോര ചീറ്റാൻ പോകുകയാ, എന്റെ ഓട്ടല് താഴെ കിടന്ന് പിടയ്ക്കാൻ പോകുകയാ. ഇനി പൗലോസിന്റെ ലേഖനമില്ല, ഇനി പൗലോസിന്റെ വെളിപ്പാടില്ല, ഇനി പൗലോസിന്റെ പ്രഭാഷണമില്ല. പക്ഷെ പൗലോസിന് ആ വെളിപ്പാട് ചുമക്കുന്ന ഒരാളെ ഇനി ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഏലിയാവിന് ഒരു എലീശയെ വേണം, മോശയ്ക്ക് ഒരു യോശുവയെ വേണം, പൗലോസിന് നല്ലപോലെ കയ്യൻ. തിമോത്തിയോസിനോട് പൗലോസ് നമ്മുടെ ഭാഷ പറഞ്ഞ നെഞ്ചു തുറന്ന് സംസാരിക്കാൻ പോവാ. അതുകൊണ്ട് നിങ്ങൾ വേറെ ഒരു പുസ്തകവും വായിക്കുന്നത് പോലെ തിമോത്തിയോസിന്റെ ലേഖനം വായിക്കുന്നത്. കാരണം മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള വാക്ക്. 2, തന്നിലുള്ള മുഴുവൻ ദർശനങ്ങളും ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഒരു മനുഷ്യന്റെ വ്യഗ്രത. കാരനാകാൻ താൻ കണ്ടുപിടിച്ചൊരു കൊടിമരമാണ് തിമോത്തിയോസ്. ഇവനിലേക്ക് ഫെയ്ത്ത് കൈമാറുമ്പോൾ ആ വാക്കുകളുടെ ക്വാളിറ്റി ഭയങ്കര ഭീകരമാണ്. ഞാൻ ഈ ദൂതിലേക്ക് കയറണമെങ്കിൽ ഉള്ള കാര്യങ്ങൾ സംസാരിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങളോട് കൂടെ ഉണ്ടാവുമോ? തിമോത്തിയോസേ, എനിക്ക് നിന്നോട് 4 കൂട്ടം കാര്യം പറയാനുണ്ട്. ആമേൻ. നിങ്ങളുടെ വാക്യം ഒന്ന് ഞാനിതൊന്ന് പറഞ്ഞു വരട്ടെ. നിങ്ങൾ മടുക്കുമോ? ഇല്ല. ഓക്കെ. 4 കൂട്ടം കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. 1:18 chapter 1 verse 18 വായിച്ചേ. വായിച്ചു 1:18 നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനം. നിനക്കെന്ത് വേണം? നിനക്ക് ഫെയ്ത്ത് വേണം. ആ ഫെയ്ത്ത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിനക്ക് മനസാക്ഷി കൂടെ വേണം. നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നില്ല അല്ലേ? പോട്ടെ, നല്ല മനസാക്ഷി വേണം. ബാക്കി വായിച്ചേ. അവിടെ ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു. അപ്പൊ തിമോത്തിയോസ് നിൽക്കുന്നത് മനസാക്ഷി ഇല്ലാത്തവരുടെ ഇടയ്ക്കാണ്.
നിങ്ങൾ കേട്ടില്ല? അവൻ തിമോഥെയോസേ, ഞാൻ നിന്നോടൊരു ദൂത് പറയാം, നീ ഉറച്ചു നിൽക്കണം. കാര്യം എന്താ? നീ ഇപ്പൊ നിൽക്കുന്നത് പറ നല്ല മനസാക്ഷി ഇല്ലാത്ത ചിലരുള്ള സ്ഥലത്താണ്. ഇനി 5:12 വായിച്ചേ. ചാപ്റ്റർ 5 വേഴ്സ് 12 വായിച്ചേ. അപ്പൊ മറക്കരുതേ, 1 നല്ല മനസാക്ഷി കളഞ്ഞവർ, 2 ഫെയ്ത്ത് കളഞ്ഞവർ, വിശ്വാസം കളഞ്ഞവർ, വിശ്വാസം തള്ളിക്കളഞ്ഞവർ, 3-ാമത്തത് 6:20. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളിൽ പെട്ടുപോയ ആളുകൾ. ഞാൻ ഈ പറഞ്ഞതിന്റെ അപകടം നിങ്ങളൊന്ന് മനസ്സിലാക്കി. നിങ്ങൾ ഈ താഴോട്ട് നോക്കുന്നവരെല്ലാം തിമോഥെയോസിന്റെ ലേഖനത്തെ തന്നെയാണോ ഈ നോക്കുന്നത്? ഒന്ന്, ആദ്യവിശ്വാസം കളഞ്ഞ മക്കളെ, പ്രാർത്ഥിക്കണേ, എന്നോട് കൂടെ നിൽക്കണേ. ആദ്യവിശ്വാസം കളഞ്ഞവര്. 2, നല്ല മനസാക്ഷി കളഞ്ഞവര്. 3, വൃഥാലാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്തിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭക്തിക്ക് യോജിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. എല്ലാം ദൈവസഭയ്ക്കകത്ത് കേറരുത്. എല്ലാം കാര്യം ദൈവസഭ ആമേൻ ലോകത്തിലേക്ക് ഇറങ്ങാനോ ലോകം സഭയിലേക്ക് കയറാനോ അനുവാദമില്ല. നിങ്ങൾ കേട്ടില്ല. ഞങ്ങളുടെ സഭ വന്ന് കഴിഞ്ഞ ദിവസം ഒരു കർത്താവിന്റെ ദാസൻ പ്രസംഗിച്ചൊരു വാക്ക് എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞു, സ്വജനത്തെ വിടടാ, ചാർച്ചക്കാരെ വിടടാ, പിതൃഭവനത്തെ വിടടാ. അതിന്റെ മലയാളത്തിന്റെ പേരാണ് വേർപാട്. അദ്ദേഹം വേർപെട്ടു. ഈ ദൂത് അബ്രഹാമിനോട് ഒറ്റയ്ക്കാ പറഞ്ഞത്. ഇത് സമൂഹത്തോടല്ല പറഞ്ഞു, ഒറ്റയ്ക്കാ പറഞ്ഞു. വേർപാട് ഒച്ചത്തിൽ പറഞ്ഞു, വേർപാട്. എവിടുന്ന് വേർപെടണം? സ്വജനത്തിൽ നിന്ന്, പിതൃഭവനത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ സംസ്കാരത്തിൽ നിന്ന് നിന്നിലേക്ക് പടരാൻ സാധ്യത ഉള്ളതിനെ എല്ലാം നീ ബ്രേക്ക് ചെയ്യണം. അങ്ങനെ അബ്രഹാം വേർപെട്ട് കഴിഞ്ഞപ്പോൾ കുറെ നാൾ കഴിഞ്ഞ് ദൈവം പറയുകയോ, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. നമ്മുടെ പിതാക്കന്മാര് പിടിച്ച വേർപാടിൽ നിന്ന് നമ്മൾ കുറയുകയല്ല, അതിൽ നിറയുകയാ ചെയ്യേണ്ടത്. കണ്ടോ? ഭക്തിവിരുദ്ധമായി, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല, ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങൾ. ഇനി അടുത്തതാണ് എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടാക്കുന്നത്. 4:1 അതുകൂടെ വായിച്ചിട്ട് ഗൗരവത്തിലേക്ക് കയറാം. ഹലോ കമോൺ. ഈ കർത്താവിന്റെ ദാസി ഒഴികെ ബാക്കി എല്ലാവരും എന്നെ നോക്കാവോ? എന്നാൽ ഭാവി കാലത്ത്, ബാക്കി പറ, താഴോട്ടിറങ്ങിയ കുഴപ്പമുണ്ടോ? ഭാവി കാലത്ത് ചിലർ, ഇതൊന്നും പറയുന്നത് എല്ലാവരും അല്ല, ഭാവി കാലത്ത് ചിലർ, എന്ന ആത്മാവ് ദൈവാത്മാവാണോ? സത്യാത്മാവാണോ? നേരിന്റെ ആത്മാവാണോ? വ്യാജത്തിന്റെ കൾട്ട്. ഭാവി കാലത്ത് എന്ന് പറഞ്ഞാൽ നാളെ നിന്റെ മുമ്പിൽ വരും. എന്ത് വരും? വ്യാജ ആത്മാവിനാൽ. എന്നാൽ ഭാവി കാലത്തേക്ക് ചിലർ വ്യാജ ആത്മാവിനാൽ നിന്റെ അടുക്കൽ, ബാക്കിയൊന്ന് വായിച്ചു വിട്ടേ, പെട്ടെന്ന് വിട്ടേ. എന്നിട്ട് പൗലോസ് പറയാ, അവരും വീഴും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവമക്കളോട് വളരെ ഗൗരവത്തോടെ ദൂത് പറയാം. ഒരുപക്ഷെ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ചിലരെങ്കിലും നാളെ വീഴുന്നത് നിങ്ങൾ കാണേണ്ടി വരും. നല്ലപോലെ ആ കൈ ഒന്ന് അടിച്ചൊരാമേ പറഞ്ഞാട്ടെ. നല്ല വൃത്തിയായിട്ട് ചിലർ. ഞാൻ ഒരു വാക്ക് കേട്ടി പറയാം, നിങ്ങൾ എന്നോട് പൊറുക്കണം.
നിങ്ങളുടെ ദൈവദാസൻ നന്നായി ഉപദേശം പറയുന്ന പാസ്റ്ററല്ലേ, അതുകൊണ്ട് നിങ്ങളിത് കേട്ടേ പറ്റത്തുള്ളൂ. ഇന്ന് ഫ്ലെക്സിൽ നല്ല പടം കാണുന്ന ചിലരുടെ പടം നാളെ ഇല്ലാതെ വരുമ്പോ നീ ദൈവത്തെ തള്ളി പറയരുത്. കാരണം ഇത് ദൂതുള്ളതാണ്, നാളെ ചിലര് വീഴുവെന്ന്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു മനുഷ്യനെ ആശ്രയിച്ച് നിങ്ങളുടെ ആത്മീക ജീവിതത്തെ നിങ്ങൾ പണിയരുത്, നിങ്ങൾ വീഴും. യേശുവേ എന്ന് വിളിച്ചൊന്ന് ആരാധിക്കാവോ? നിങ്ങൾ വീട്ടിൽ പോയിട്ട് ലൂക്കോസ് 11 ഇപ്പൊ എടുക്കണ്ട, ഒന്ന് വായിച്ചു നോക്കണം. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ശിഷ്യന്മാർ പ്രാർത്ഥന കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരെ വെച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രാർത്ഥന പഠിപ്പിക്കണം. ഏത് പ്രാർത്ഥന? നിന്റെ പ്രാർത്ഥന ഞങ്ങളെ പഠിപ്പിക്കണം. അതിന്റെ കാര്യം എന്നാ? യോഹന്നാന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ട. യോഹന്നാന്റെ പ്രാർത്ഥനയുടെ കുഴപ്പം എന്നാ? യോഹന്നാൻ ന്യായപ്രമാണമാണ്. യോഹന്നാൻ വിളിക്കുന്ന അബ്രഹാമിന്റെ ദൈവം എന്നാ, യേശു വിളിച്ചത് പിതാവേ എന്നാ. അതിന്റെ അർത്ഥം എന്നാന്നറിയോ? ഞങ്ങൾക്ക് യോഹന്നാന്റെ പ്രയർ വേണ്ട. കാര്യം അപ്പനെ കയറി അമ്മയുടെ ഭർത്താവേ എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് അപ്പ എന്ന് വിളിക്കുന്നതല്ലേ. ഞാൻ ഈ പറഞ്ഞൊക്കെ എന്ന് മനസ്സിലാകാനോ? ഹല്ലേലൂയ. നേരെ പപ്പായുടെ മുമ്പിൽ ചെന്നേച്ച് എൻ്റെ അമ്മയുടെ ഹസ്ബൻഡ് എന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, എൻ്റെ അപ്പായ, അത് തിരിച്ചറിവാൻ. ഇതുപോലെ തന്നെ യേശു അപ്പ എന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു, വി നീഡ്, ഞങ്ങൾക്ക് ആ പ്രാർത്ഥന വേണം. ഏത് പ്രാർത്ഥന? അപ്പ എന്ന് വിളിക്കണം. അന്നേരം യേശു പറഞ്ഞു, അപ്പ എന്ന് വിളിക്കുന്നത് പഠിപ്പിക്കലല്ല, അത് ജന്മാവകാശമാണ്. നല്ലപോലെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പ അത് പഠിപ്പിക്കലല്ല. നമ്മള് ഇന്ന് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഗ്രസിക്കുന്നത് ടി വിക്കകത്ത് നടക്കുന്ന കോമഡി പ്രോഗ്രാമുകളാണ്. അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തെങ്കിലും പിന്നെ കയ്യടിയ. സത്യത്തിൽ ഈ പ്രോഗ്രാമിന് കയറ്റുന്ന ആളുകൾക്ക് മണിക്കൂറുകൾ ട്രെയിനിങ് കൊണ്ട് കയ്യടിക്കാൻ. ഇതുപോലെ പെന്തിക്കോസ് ഒരു ട്രെയിനിങ്ങിൽ വന്നാൽ ഇതെല്ലാം മുടിയും. ഹല്ലേലൂയ. ഞാൻ തോന്നു പറയുമ്പോ അടിക്കണേ. എന്നിട്ടൊരു എന്നെ ഒന്ന് ഉത്സാഹിപ്പിക്കാൻ ഒരു 3 ആന്റിമാരൊന്ന് ചാടി എഴുന്നേക്കണേ. അത് ട്രെയിനിങ് ആണ്, അത് ഉള്ളിൽ നിന്ന് വരുന്നതല്ല. ഇതുപോലെ പിതാവേ എന്നുള്ള വിളി പറ, ട്രെയിനിങ് അല്ല, അത് ജന്മാവകാശമാണ്. അതിന്റെ അർത്ഥം ഞാൻ പറയാം, ശ്രദ്ധിച്ചേ. ഈ വർഷിപ്പ് ചെയ്യുന്ന ഈ മക്കള് ഈ സ്റ്റേജിൽ നിന്ന് ആടാം, പാടാം, ചാടാം, ഓടാം, കൂടാം, ഓടാം, പിടിയടാ എന്ന് പറഞ്ഞില്ലാലും ആരാധന എന്റെ ആവശ്യമാ. ഞാൻ ഒരു വാക്ക് കാറ്റി പറയുകയാ, അമ്മ പിതൃത്വത്തിന്റെ ബന്ധം തലയ്ക്ക് ബാധിച്ച ചില തലമുറകൾ. വരാം. ഞാന് എൻ്റെ ഒച്ച ഇനിയും പൊക്കിയിട്ട് നിങ്ങളുടെ ആത്മാവിലാകാനിരുന്നാൽ ഞാൻ ചത്തു വീഴത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ദൂതുമായിട്ട് എൻ്റെ കൂടെ വരണം. ആമേൻ. അവിടെ ലൂക്കോസ് പറയുന്നത്, ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നു. എന്നതാ നല്ല ദാനം? അപ്പം, മീൻ, മുട്ട. ഒച്ചത്തിൽ പറഞ്ഞേ, എപ്പം. കമോൺ സഹോദരന്മാരെ, നിങ്ങളുടെ കർത്താവ് ഇതുവരെ വന്നില്ലേ ഇവിടെ? ഒന്നൊച്ചത്തിൽ പറഞ്ഞേ, അപ്പം, മീൻ, മുട്ട. മിക്കവാറും യോഗങ്ങൾക്കൊക്കെ സഹോദരിമാരുടെ മാത്രം കർത്താവ് വന്നിച്ച് പോവുക തിരിച്ച്. ഒന്നുകൂടെ പറഞ്ഞേ, അപ്പം, മീൻ,
അപ്പൊ ദോഷികളാകുന്ന മക്കൾ പിതൃത്വത്തോട് ചോദിക്കുന്നത്, ദോഷികളാകുന്ന അപ്പന്മാരോട് മക്കൾ ചോദിക്കുന്നത്, പപ്പാ അപ്പം വേണം, മീൻ വേണം, മുട്ട വേണം. എന്നിട്ട് കർത്താവ് പറയാ, മുട്ട ചോദിക്കാൻ എൻ്റെ മക്കള് ചർച്ചയിൽ വരരുത്. മൂന്നാമത്തെ കൊച്ചിൻ്റെ കല്യാണം, രണ്ടാമത്തെ കൊച്ചിൻ്റെ വിദ്യാഭ്യാസം, അഞ്ചാമത്തെ കൊച്ചിൻ്റെ വീസ, ഏഴാമത്തെ കൊച്ചിൻ്റെ അത്. കേട്ടില്ല? ഞാൻ പുസ്തകമായി പറഞ്ഞ എൻ്റെ മക്കൾ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. ദോഷികളാകുന്ന നിങ്ങൾ ഞാൻ ഈ ലൈഫ് ബ്ലെസ്സിംഗ് ചർച്ചിനോട് ചോദിക്കുന്നു, ആത്മാവിനെ ചോദിക്കാൻ വന്ന എത്ര പേർ അതിന്റെ അർത്ഥം എന്നാ? എൻ്റെ ആവശ്യങ്ങളല്ല വലുത്, എൻ്റെ അഭിഷേകമാണ് വലുത്. അഭിഷേകത്തിന്റെ അകത്ത് എൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടുകയാണ്. രണ്ട് കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടല്ലോ അല്ലേ? രണ്ട് കാര്യം നിങ്ങളോട് പറയാം. ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നുണ്ട്, പക്ഷെ ആ വാച്ച് വർക്ക് ചെയ്യാത്ത വാച്ച, ആരും അറിയണ്ട. ഹല്ലേലൂയ. ഒന്ന്, പത്രോസ് വെള്ളത്തിന്റെ മീതെ നടന്നു. പറഞ്ഞേ, നമ്മൾ എത്ര ഉപവാസ പ്രാർത്ഥന പത്രോസും വെള്ളമായിട്ട് കഴിച്ചു കൂട്ടിയെന്നറിയോ? നമ്മുടെ പാസ്റ്റർമാരല്ലേ അത് പറയുന്ന ശൈലി കണ്ടോ? പത്രോസ് വള്ളത്തിൽ നിന്ന് കാലെടുത്ത്, അന്നേരം നമുക്ക് അങ്ങനെ ഇങ്ങനെ വരുവാ, വെള്ളത്തിലോട്ട് കാല് വെച്ചു, വെള്ളം ഒതുങ്ങി. നിന്റെ അപ്പുറത്തെ വീട്ടുകാർ ഒതുങ്ങാൻ പോകുന്നു, അന്നേരം തകർക്കുക. കരുതറിയോ? ആ ജോർച്ചാൻ മുടിയാണ്, അതാ വിഷയം. സത്യം പറ, സത്യം പറ. നമ്മൾ കൈയടിച്ചത് എന്തിനാ? മക്കളെ സത്യം പറ, ദൈവാസന്മാരെ സത്യം പറ. നമ്മളെന്താ കേട്ടത്? പറമോനെ സഹായിക്കട. നമ്മളെന്താ കേട്ടത്? പത്രോസ് വള്ളത്തിൽ നിന്ന് കാലെടുത്തു, അതിനൊരു കയ്യടി. പത്രോസ് വെള്ളത്തിൽ കാല് വെച്ചു, അതിനൊരു കയ്യടി, അതിനൊരു ഗ്ലോറി. പക്ഷെ എന്താ നിങ്ങൾ പറയാത്തത്? അയാൾ എന്തിനാ വെള്ളത്തിൽ കാല് വെച്ചെന്ന്. ഇനി നിങ്ങളോട് ചോദിര്, നിങ്ങൾ പത്രോസോട് ചോദിര്, എടോ താൻ വെള്ളത്തിൽ കാല് വെച്ചോ? പത്രോസ് പറയും, എൻ്റെ പൊന്നു സുഭാഷേ, വെള്ളത്തിലാണോ എവിടെയാണോ കാല് വെച്ചെന്ന് അറിയത്തില്ല. കാര്യം എൻ്റെ വിഷയം വെള്ളത്തെ ചവിട്ടുക എന്നുള്ളതല്ല, യേശുവിൻ്റെ അടുത്ത് പോവുക എന്നുള്ളതാണ്. എന്റെ വിഷയം ശക്തിയോടെ ദൈവമൈതലേ, വെള്ളത്തിൽ ചവിട്ടുന്നതല്ല നിന്റെ വിഷയം, യേശുവിന്റെ അടുത്ത് പോകുക എന്നുള്ളതാ. ഇനി ഞാൻ നിങ്ങളോട് പറയാം, അത് വെള്ളമായതുകൊണ്ട് വെള്ളത്തെ ചവിട്ടി, അത് തീയാണ്, തീയാലും ചവിട്ടും. അത് പാമ്പാണ്, പാമ്പിനെ ചവിട്ടും. അത് മുതലയാണ്, മുതലെ ചവിട്ടും. അത് സാത്താനാണെങ്കിൽ അവന്റെ മണ്ടയ്ക്ക് ചവിട്ടും. അത് മന്ത്രവാദിയാണോ? somebody la taradiara la barasa. രണ്ട് ദാവീദിനോട് ചോദിച്ചു, ബ്രദറെ, ഐം സോറി, അങ്ങൊരു സിംഹത്തെ കീറിയായിരുന്നല്ലോ, ഓർക്കുന്നില്ലേ? ഈ ദാവീദും സിംഹമായിട്ട് നമ്മൾ എത്ര വർഷമായിട്ട് ജീവിക്കുക അല്ലേ? ഉപവാസ പ്രാർത്ഥനയ്ക്ക് ദാവീദ് വരാതിരിക്കുവോ? സത്യം പറയണം, സിംഹത്തെ കീറാതിരിക്കുവോ? ഒന്നാമത്തെ ദിവസം ഒരാൾ കീറി അയലിട്ടേച്ച് പോയി. രണ്ടാമത്തെ ദിവസം വന്ന പുള്ളി അത് അയന്നെടുത്തൊന്ന് കുടഞ്ഞൊന്നുകൂടെ വിരിച്ചു. 21ാമത്തെ, ഞാൻ കുറ്റം പറഞ്ഞല്ലോ,
കുറ്റം പറഞ്ഞല്ല. 21-ാമത്തെ ദിവസം വരെ ഇത് ഉണക്കി. പക്ഷെ നിങ്ങൾ ദാവീദിനോട് ചോദിച്ചേ, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, അങ്ങ് ഈ ദൂത് അവിടെ വരുന്നുണ്ടോ? അവിടെ എത്തുന്നുണ്ടോ ദൂത്? എടോ, ആ ഭാഗത്തോട്ട് ഈ ദൂത് വരുന്നുണ്ടോ? ആ ഭാഗം ഒരു മുഞ്ഞ പിടിച്ച പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ദാവീദിനോട് ചോദിച്ചു, നിങ്ങൾ ഓപ്പണായിട്ട് കേട്ടെ, ബലം പിടിക്കാതെ ഓപ്പണായിട്ട് കേട്ടെ. ദാവീദിനോട് ചോദിച്ചു, അങ്ങ് ഒരു സിംഹത്തെ കയറിയത് ഓർമ്മയുണ്ടോ? ദാവീദ് പറഞ്ഞു, എൻ്റെ പൊന്ന് സുഭാഷേ, ഞാൻ ഏതാണ്ട് 1-2 സാധനത്തെ പിടിച്ച് കയറിയായിരുന്നു. പിന്നെ ഒരുത്തൻ്റെ ഒരു ഏറും കൊടുത്തായിരുന്നു. പിന്നെ വേറൊരുത്തനെ എൻ്റെ കൈ കിട്ടിട്ട് ഞാൻ ഒന്നും ചെയ്യാതെ വിട്ടായിരുന്നു. മിണ്ടുന്നില്ല. പിന്നെ ഞാൻ പോയപ്പോൾ എനിക്കെതിരെ പോരാടി ഒരുത്തൻ തൂങ്ങിക്കിടക്കുന്ന ഞാൻ കണ്ടായിരുന്നു. പിന്നെ വേറൊരുത്തൻ കെട്ടി തൂങ്ങിയായിട്ട് ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ സിംഹത്തിൻ്റെ മോനെ സത്യം പറ, ദാവീദിൻ്റെ കാലത്ത് വാട്സാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ സിംഹത്തിൻ്റെ തോലുമായിട്ട് നിൽക്കുന്ന എത്ര ഫോട്ടോ നമ്മൾ കാണേണ്ടി വന്നേനെ. എടാ, ചിരിക്കുന്നെങ്കിൽ നന്നായിട്ട് ചിരിക്കണം. ചുമ്മാ ചിരിയെ അപമാനിക്കരുത്. സത്യമല്ലേ? ദാവീദ് എന്നോട് പറഞ്ഞു കേൾക്കണോ? ഞാൻ ചങ്ങളെ സിംഹത്തെ ദാവീദ് പറഞ്ഞു, എൻ്റെ പൊന്ന സുഭാഷേ, എനിക്ക് ആ സിംഹത്തിൻ്റെ മുഖമൊന്നും ഓർമ്മയില്ല, പക്ഷെ ഞാൻ രക്ഷിച്ച ആടിൻ്റെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു വാക്ക് ഞാൻ ദൈവമക്കോട് പറയാം. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു അമ്മയുടെ കൊച്ച് ഒരു ആനയുടെ മുമ്പിൽ പെട്ടാൽ ആനയേക്കാൾ ആരോഗ്യം അമ്മയ്ക്കാ. അക്സ എങ്ങാനും ആനയുടെ ഫ്രണ്ടോട്ട് പോയാൽ നമ്മുടെ സഹോദരി ആനയുടെ നേരെ ഒരു ചെല്ലുണ്ട്. ആന പിന്നെ കാട്ടി പോലും താമസിക്കുകയില്ല. ആ സമയത്ത് ഒരു പ്രശ്നവും ഇല്ല, നിൽക്കുന്ന നമുക്ക് ആനയെ പേടിയാ. പക്ഷെ എന്റേത് അവന്റെ മുമ്പിൽ പെട്ടാൽ നല്ലപോലെ കൈ. ഞാൻ ദേവദാസന്മാരോടൊരു ഞാനൊരു 30 വർഷമായിട്ട് ശുശ്രൂഷിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാലോ. നമ്മൾ ഓടിക്കേറി പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനെ വട്ടം പിടിക്കുമ്പോഴല്ല അഭിഷേക കൈമാറ്റം ഉണ്ടാകുന്നത്, നിനക്ക് ഉത്തരവാദിത്വം ഉണ്ടാകുമ്പോഴാ. എന്റെ ദൈവത്തിന്റെ ആട് കോട്ടയത്തെ ഒരു സിംഹത്തിന്റെ വായിലാണ്. ഈ ഉത്തരവാദിത്വം കയറിയാൽ കീറാനുള്ള പവർ വ്യാപരിക്കും. പോട്ടെ, ദൂതിന്റെ ഗൗരവത്തിലേക്ക് വരികയാണ്. തിമോത്തിയോസേ, പ്രശ്നങ്ങൾ 4 എന്നെ കേട്ടെ. 1, നല്ല മനസാക്ഷി കളഞ്ഞവർ. ബാക്കി പറ. 2, ആദ്യവിശ്വാസം കളഞ്ഞവർ. 3, ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങൾ. 4, പോഷ്ക്ക് പറയുന്നവർ. നിന്റെ മുമ്പിൽ നാളെ വീഴും, ഇന്ന് നിൽക്കുന്ന എല്ലാവരും നാളെ കാണുകയില്ല. ഇതാരോടാ പറയുന്നത്? ഇപ്പം ഞാൻ പറയാം. മോനെ, നിന്നെ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് പിടിച്ചോട്ടെ. ഇയാൾക്കിപ്പം രഞ്ജിത്ത് പാസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാസ് ഉണ്ടെന്ന് ഓർത്തോ? പറയരുത്. ഒരാളെ ഇഷ്ടമുണ്ടെന്ന് ഓർത്തോ? ഇല്ലെന്നല്ല, നീ ഇഷ്ടപ്പെടണം. അങ്ങനെ ഒരാളെ മാത്രം ഇഷ്ടപ്പെട്ടാൽ ജീവിക്കാൻ പറ്റുമോ? ഇഷ്ടപ്പെടണം. പക്ഷെ പാസ്റ്ററായിട്ട് അദ്ദേഹത്തെ സ്നേഹിക്കാവുള്ളതേ ഉള്ളൂ. വേറൊരാളെ ഇഷ്ടമുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് മനസ്സിലാവും അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനമാണ്. നാളെ ഒട്ടും അംഗീകരിക്കാൻ മേലാത്തൊരു മേഖലയിൽ അദ്ദേഹം തളർന്ന് വീഴുന്ന കണ്ടാൽ നീ തളരാതിരിക്കാൻ അഡ്വാൻസ് പറഞ്ഞത് നിന്റെ മുമ്പിൽ പലരും വീഴുമെന്ന്. കാര്യം നിങ്ങൾ ഏതെങ്കിലും ഒരാളെ ആശ്രയിച്ചാണ് ക്രിസ്ത്യാനിറ്റിയെ പണിയുന്നതെങ്കിൽ നാളെ നീ വീഴും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ. ഓട്ടെ, അങ്ങനെ
തിമോത്തിയോസിനോട് പറയുന്ന ഈ പൗലോസിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യം, ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ഈ മനുഷ്യനെ പൂട്ടിയിട്ടാൽ പിശാച് ജയിക്കുകയില്ല. ഈ മനുഷ്യനെ തുറന്നു വിട്ടാൽ പിശാചിന് സമാധാനം കൊടുക്കുകയില്ല. ഈ മനുഷ്യനെ കോട്ടയ്ക്കകത്ത് ഒതുക്കിയാൽ പിശാചിന് സ്വസ്ഥത കൊടുക്കുകയില്ല. ഈ മനുഷ്യനെ എവിടെയെങ്കിലും ലോക്ക് ചെയ്താൽ സാത്താൻ്റെ സാമ്രാജ്യത്തിന് സ്വസ്ഥത കൊടുക്കുകയില്ല. ഈ മനുഷ്യന്റെ കയ്യെ പാമ്പ് കടിച്ചാൽ നാഗശക്തിയാന്ന് പറഞ്ഞ സമയം കളയുകയില്ല. അത് പുബ്ലിയോസിന്റെ വീടിന്റെ താക്കോലാന്ന് പറഞ്ഞ പുള്ളി മുമ്പോട്ട് പോകും. നിങ്ങളെ നല്ലതായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടല്ലോ. 130 കിലോമീറ്റർ സ്പീഡിൽ അവിടുന്ന് ഒരു പന്ത് വരുമ്പം ചിലർ ഇവിടുന്ന് നേരെ അങ്ങോട്ട് അടിക്കും. അയ്യോ, ഓരോരുത്തൻ്റെ ഏണും കോണും പറയും. ഈ ചില മിടുക്കന്മാരുണ്ട്, അവരെന്നറിയോ 130 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന പന്തിന് ഒരു സൈഡ് കൊണ്ടൊരു തട്ടി വിടും. കാരണം എന്നറിയോ, അവൻ്റെ പവറിൽ തന്നെ നമുക്ക് 4 കിട്ടും. അവൻ്റെ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തെന്നുള്ളത്, ഇങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ. അപ്പം അവൻ്റെ പവറിൽ എനിക്ക് 4. നിങ്ങൾക്ക് മനസ്സിലായി? ഇതാ പൗലോസിന്റെ പ്രത്യേകത. സാത്താൻ്റെ പോരാട്ടങ്ങൾ പുള്ളി പദ്ധതികളാക്കി മാറ്റും. അവിടുത്തെ കയറി വരും. ഇനി ഈ ദൂതന്റെ ഗൗരവത്തിലേക്ക് നമ്മൾ വരിക, സമയം പോയതുകൊണ്ട്. ഇവിടെ പൗലോസിന് ഗൗരവമായിട്ട് കേൾക്കണേ. തിമോത്തിയോസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ദൂത് പറയുക. തിമോത്തിയോസെ, ഞാൻ നിന്നെ ഏൽപ്പിച്ചു വെച്ച് പോകുന്നത് ഒരു വ്യക്തിയുടെ കയ്യിലല്ല, ജീവനുള്ള ദൈവത്തിന്റെ തൂണായ സഭയിലാണ്. ഞാൻ ദൈവത്തോട് പറയുന്നു, നിങ്ങൾ സഭയ്ക്ക് വില കൊടുക്കണം. ഒരു നല്ല ആമേൻ എത്ര പേര് പറയുന്നു? ചുമ്മാ ഈ ജർമ്മൻ പായൽ ഒഴുകി നടക്കുന്ന പോലെ വെറുതെ ഇങ്ങനെ ഒഴുകി നടക്കരുത്. സത്യം ഒന്ന് മനസ്സിൽ പറഞ്ഞേ. നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കേ, 24 വർഷം അബ്രഹാമിന് മക്കളുണ്ടായില്ല. കോട്ടയത്തെ ഏതെങ്കിലും അബ്രഹാമാണ് എത്ര സഭയെ മാറി മാറി പോകുമെന്ന് ആലോചിച്ചേ. നാളെ ഒരാൾ പറഞ്ഞു, എൻ്റെ പറമ്പിൽ നിന്നാ സൂര്യനെ കാണാം. കേട്ടില്ല? എൻ്റെ പറമ്പിൽ നിന്നാൽ എടപ്പൊട്ട, സൂര്യനെ കാണിക്കുന്നത് പറമ്പല്ല, മേളിലോട്ട് നോക്കുന്നവൻ സൂര്യനെ കാണും. സൂര്യനെ കാണാൻ നിൽക്കുന്ന പറമ്പിന്റെ വലിപ്പമല്ല നോക്കണ്ട, ഇങ്ങനെ നോക്കിയാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? പോട്ടെ, തിമോത്തിയോസിനോട് പറയും, ഞാൻ നിന്നെ ഏൽപ്പിച്ച്, നിങ്ങൾ എന്നോട് കൂടെ വരണേ പ്ലീസ്, ഏൽപ്പിച്ചു വെച്ച് പോകുന്നത് ചർച്ചിലാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ദൈവത്തിൻ്റെ സഭയിൽ നിങ്ങളെങ്ങനെ നടക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഇത് പറഞ്ഞേച്ച് തിമോത്തിയോസിൻ്റെ കയ്യിൽ ആമെ ഒരാളെ എടുത്തു കൊടുക്കുകയാണ്. നിങ്ങൾ ധ്യാനിക്കരുത്, ഒരു 10-20 മിനിറ്റ് കൂടെ ധ്യാനിക്കാതിരിക്കണേ. കാര്യം എങ്ങനെ നിങ്ങൾ ധ്യാനിച്ചായിരിക്കുന്നിടം തീ കത്തിപ്പോയ എന്നായി. അതുകൊണ്ടാണ് കാര്യം. തിമോത്തിയോസിനോട് പറയാം, തിമോത്തിയോസേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, ഒരാളെ കുറിച്ച് പറയാനുണ്ട്. ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞു, ഒരാളെ കുറിച്ച്. ആരാന്നറിയോ? അവൻ ആരാണോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അവസാനത്തെ വാക്യം, തേജസ്സിൽ എടുക്കപ്പെട്ടു. നിങ്ങൾ കേട്ടില്ല? അവൻ വെളിപ്പെട്ട ജഡത്തിലാണ്, പക്ഷെ എടുക്കപ്പെട്ടത് തേജസ്സിലാണ്. ദൂത് ഇത്രയേ ഉള്ളൂ. തൻ്റെ ഒരായുസ് മണ്ണിൽ ചെലവഴിച്ചിട്ട് തൻ്റെ ഉടുപ്പ് അവർ പറിച്ചെടുത്തു. കേട്ടില്ല? തൻ്റെ മുഖത്തെ രോമം അവർ പറിച്ചെടുത്തു, പക്ഷെ തൻ്റെ തേജസ് പറിച്ചെടുക്കാൻ അതിന് നല്ലായിട്ട് കൈയടിച്ച കോട്ടയത്തിന് വേണ്ടത് തേജസ് പോകാത്തൊരു തലമുറ. ഇതെന്തിനാ തിമോത്തിയോസിന് മുമ്പോട്ട് ഈ സാധനം, ഞാൻ ആ ദൂതിനകത്ത് കയറിയേ, എന്തിനാ ഈ സാധനം എടുത്തിട്ടത്?
അവൻ ജഡത്തിലാ, തിമോത്തിയോസേ, അവൻ ജഡത്തിലാ ഇറങ്ങിയത്. പക്ഷെ അവൻ എടുക്കപ്പെട്ടത്. അപ്പൊ ഈ ഒരായുസിൽ തൻ്റെ ലൈഫിൽ വന്നിടിച്ച ഒരു പ്രോബ്ലത്തിനും മുഖത്തെ രോമം അവൻ കൊടുത്തു, ഉടുത്ത ഉടുപ്പും പറ കൊടുത്തു, ദേഹത്തെ ചോര കൊടുത്തു, തനിക്കുള്ളതെല്ലാം കൊടുത്തു. ഒന്നൊഴികെ തന്റെ തേജസ്. ഇനി ഏറ്റവും വലിയ പ്രശ്നം എവിടെയാ കിടക്കുന്നത്? ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആരാധിച്ചു, കൈയടിച്ചു, പാടി, നമ്മുടെ അകത്ത് പാപം ഉണ്ടായിരുന്നു, നാം ഏറ്റു പറഞ്ഞു, യേശുവേ ഞാനൊരു പാവി. ഈ ഗതികേടൊക്കെ വന്നത് ഏതെനിലെ ഒരു പഴം കൊണ്ടല്ലേ? എന്റെ ദൈവമേ മിണ്ട് അല്ലേ? ഏതെല്ലാം ഒരു പഴമല്ലേ ഈ പ്രോബ്ലം എല്ലാം ഉണ്ടാക്കിയത്? ശ്രദ്ധിച്ച്, പാമ്പ് തോട്ടത്തിൽ കയറി, മരത്തിരുന്നുണ്ട്, ഹൗവാമ്മയെ വിളിച്ചു, ഹലോ പ്രൈസ് ദി ലോർഡ്. ഹൗവാമ്മ ഹായ് പ്രൈസ് ദി ലോർഡ്. അമ്മാമ്മയ്ക്ക് ഈടായിട്ട് ക്ഷീണമാണല്ലോ. ഇത് കേൾക്കുമ്പോഴേ അമ്മാമ്മ കുഴയും. കാര്യം എൻ്റെ കൂടെ ഒരുത്തൻ 20 വർഷമായിട്ട് താമസിക്കുന്നുണ്ട്. ഇതുവരെ എനിക്ക് ക്ഷീണമെന്ന് അയാൾക്ക് തോന്നിയിട്ടില്ല, പക്ഷേ അപ്പുറത്തെ ചേട്ടായിക്ക് തോന്നി. നിങ്ങൾക്ക് പ്രശ്നത്തിൻ്റെ കുഴപ്പടി മനസ്സിലായോ? ക്ഷീണമാണല്ലോ. ഞാൻ ദൈവമക്കളോട് പറയുന്നു, നിങ്ങൾ ഈ ഒത്തിരി പേരുടെ സഹതാപം ഇല്ലാതൊന്ന് ജീവിച്ചു നോക്കിയേ. നമുക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്. നമ്മളോട് ഇന്നാള് ഒരു കുടുംബത്തിൽ വലിയ പ്രോബ്ലം ഉണ്ടായി. പ്രോബ്ലം തീർക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ എനിക്ക് രസം തോന്നി. രാവിലെ ഭാര്യയ്ക്ക് ഭയങ്കര മൈഗ്രെയിൻ തലവേദന സാധാരണ തലവേദനയല്ലല്ലോ, തല പൊക്കാൻ മേല, 7.5 ടൺ തൂക്കം തലയ്ക്ക്. അന്നേരം കട്ടയിൽ നിന്ന് എഴുന്നേക്കാൻ മേലാതെ ഛർദ്ദിക്കാൻ വരുക. അവിടെ കിടന്നുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു, അച്ഛാ ഒരു കാപ്പി ഇട്ട് തരാമെന്ന് ചോദിച്ചു. നരപ്പുള്ളി പറഞ്ഞു, നിന്നേക്കാ വലിയ തലവേദന എനിക്ക്, മനോടെ പോയി ഇടറിയെന്ന് പറഞ്ഞു. ആ തൂങ്ങിയ തലയും വെച്ചുകൊണ്ട് പോയി കാപ്പി ഇട്ടു. കാപ്പി ഇട്ട് 2 പിള്ളേർക്ക് ചോറും പൊതി കെട്ടി, ഇയാൾക്കും ചോറും പൊതി കെട്ടി, അവക്കും ചോറും പൊതി കെട്ടി. ഈ തലവേദനയും വെച്ചുകൊണ്ട് അവൾ ജോലിക്ക് പോയി, ഭർത്താവും ജോലിക്ക് പോയി. നിങ്ങൾ മിണ്ടുന്നില്ല. അവിടെ ജോലി സ്ഥലത്ത് ചെന്നിരുന്നപ്പോൾ കണ്ണെല്ലാം കൂടെ ചോന്നിട്ട് കണ്ണിൽ കൂടി ഇങ്ങനെ വെള്ളം വരുന്നു. നേരെ തൊട്ടപ്പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നവൻ ചോദിച്ചു, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു, ഭയങ്കര തലവേദനയാന്ന് പറഞ്ഞു. എന്നറിയാം, എൻ്റെ ഭാര്യയ്ക്കും തലവേദനയാണ്, ഞാൻ ഇഞ്ചക്ഷൻ എടുത്തേച്ചാൽ ഇവിടെ കൊണ്ടുവന്നു പറഞ്ഞു. 1ാമത്തെ ബോംബ് പൊട്ടി. കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, നല്ല തലവേദനയാണോ? അതേന്ന് പറഞ്ഞു. അവൻ മാനോട് ചോദിച്ചു, പുറത്ത് പോയി തലവേദനയ്ക്കുള്ള ഗുളികയും ഒരു പനിക്കുള്ള ഗുളികയും മേടിച്ച് പൊട്ടിച്ച് അവിടെ കൈക്കകത്തിട്ട് കൊടുത്തു. ഒരു കുപ്പി വെള്ളം തുറന്ന് അവിടെ വായിക്കകത്തോട് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ആരുമല്ലാത്ത അവൻ അവളുടെ ആരോ ആയി, എല്ലാമായ ഒരുത്തൻ അവളുടെ ആരും അല്ലാതെയായി. അവൻ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ആ പാവം മതിൽ പൊളിക്കാൻ ഓടിയതാ. പക്ഷെ മതിൽ പൊളിക്കാൻ ഓടിയവനേക്കാൾ സ്നേഹം കിട്ടിയത് ഗുളികയുടെ കവർ പൊളിച്ചവനാ. സ്വോത്രം പറഞ്ഞോ, സ്വോത്രം പറഞ്ഞോ. നിങ്ങൾ ഇന്നൊന്ന് തീരുമാനമെടുത്തെ, പുരുഷത്വം കാണിക്കുക. എനിക്ക് ജീവിക്കാൻ മറ്റുള്ളവരുടെ സഹതാപം എന്തിനാ? ഒരാൾ വന്നിച്ചോ, അയ്യോടാ മോനെ നിനക്ക് തലവേദനയാണോടാ എന്ന് ചോദിച്ചാൽ തലവേദന കുറയുമോ? അയ്യോടാ നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങിക്കേ, അതിന് ഇയാളുടെ അനുവാദം വേണോ? അവക്ക് കിടന്നുറങ്ങാൻ എൻ്റെ അനുവാദം വേണോ? അച്ചോടാ, ഒന്ന് മനസ്സുകൊണ്ടൊന്ന് ബലപ്പെട്ടെ. എനിക്ക് സഹതാപം ഇല്ലാതെ ജീവിക്കാൻ പറ്റും, കാരണം എനിക്കൊരാളുണ്ട് മേളിൽ. ഞാൻ ദൈവമോട് പറയുന്നു, 3ാമത്തെ കൊച്ചിന്റെ കല്യാണം നടന്നില്ല എന്നുള്ള വിഷയം ചിലർ 30 ലക്ഷം പാസ്റ്റർമാരോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി നേരെ കണ്ടിട്ട് പറയാൻ പറ്റാത്തവരെ ഫോൺ വിളിച്ചു പറഞ്ഞു. ഇനി ഒന്നും പറ്റാതെ വന്നപ്പോൾ 13 പ്രയർ ലൈനിനെ വിളിച്ചു പറഞ്ഞു. ഇനി അങ്ങേറ്റം പോയിട്ട് പവർ വിഷനിലോട്ടും വിളിച്ചു പറഞ്ഞു. ഞാൻ പറയുന്നത്, ഈ 30 ലക്ഷം പ്രാവശ്യം ഈ മാംസ കഷ്ണങ്ങളോട് പറഞ്ഞ നിനക്ക് പ്രാർത്ഥനാ മുറിക്കകത്തൊന്ന് മുട്ടുകുത്തിയേച്ച്
കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാത്രികൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. പെട്ടെന്നുണർന്ന് ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി യേശു ചാരേ. ഓ കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ ജീവിതയാത്രയിൽ പഠിക്കേ തലോടലുമായി. മതി മതി, ആ കൈ ഉയർത്തിട്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. നമുക്ക് ദൂതന്റെ ഗൗരവത്തിലേക്ക് വരാം. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? ഞാനിന്ന് പ്രസംഗിക്കുന്ന വിഷയം നിങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണം വീടിൻ്റെ അടിത്തറ ഒന്നുമല്ല. എന്നെ വെറുതെ വിട്ടേക്കണം. അതൊക്കെ നടക്കുമെന്നേ. നടക്കാതിരിക്കുമോ? പിന്നെ കർത്താവിൻ്റെ പുറകെ നടന്ന പിന്നെ കർത്താവ് നമ്മളെ കൈവിടും. തലയിലെ മുടി കൊഴിയുന്നത് അറിയുന്നുണ്ടെങ്കിൽ പിന്നെ കൊച്ചിൻ്റെ കല്യാണം അറിയാതിരിക്കുമോ? അതൊക്കെ ഇനിയും പറഞ്ഞ് കൈയടിപ്പിക്കുന്ന മണ്ടത്തരമല്ലേ? അമ്മേ, നിന്റെ മൂന്നാമത്തെ കൊച്ച് എന്തിന് മുടി കൊഴിയുന്നത് അറിഞ്ഞില്ലേ? ഇല്ലേ? പോട്ടെ, നമുക്ക് ഈ വിഷയത്തെ നിൽക്കാം. ആ പാമ്പ് വന്നിച്ച് ഹവ്വയോട് പറഞ്ഞു, ഹവ്വേ ശ്രദ്ധിച്ച് കേൾക്കണേ, ദൈവം വാസ്തവമായി നിന്നോട് എന്തെങ്കിലും ഈ ചില ആളുകൾക്ക് ഭയങ്കര കൃപയാണ്. നമ്മൾ ആരോടും പറയലെന്ന് തീരുമാനിച്ച കാര്യങ്ങളും കുത്തി പറയിപ്പിക്കാൻ കൃപയുള്ള ആളുകളുണ്ട്. വിജിലൻസുകാർ തോറ്റുപോകുന്ന മനുഷ്യരെ എനിക്കറിയാം. എന്നാ ഉണ്ട് വിശേഷം? ഒന്നുമില്ല. പിന്നെ എന്നാ ഉണ്ട്? പിന്നൊന്നുമില്ല. ഇപ്പം എന്നാ ഉണ്ട്? നാളെ എന്നെ ഉണ്ടാകാനുണ്ട്. സഭായോഗം കഴിഞ്ഞ് ഒരുത്തനും കറങ്ങി ഇവിടെ അങ്ങ് നിൽക്കരുത്, വീട്ടിൽ പോക്കണം. ചുമ്മാ എന്നാ ഉണ്ട്? പിന്നെ എന്നാ ഉണ്ട്? പിന്നെ ഒന്നുമില്ല. ഇനി എന്നാ ഉണ്ടാകാനുണ്ട്? ഞാൻ പറഞ്ഞേക്ക് മനസ്സിലായില്ലേ? സാത്താന്റെ ചോദ്യങ്ങൾ ഭയങ്കര ഗൗരവമുള്ളതാ. ദൈവം വാസ്തവമായിട്ട് നിന്നോട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ആന്റി ഉണർന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം കൽപ്പിച്ചിട്ടുണ്ടോന്നോ? തിന്നരുത്. എവിടെയാ ഹവ്വയ്ക്ക് തെറ്റിയെന്നറിയോ? നീ നിന്റെ ദൈവവും സ്വകാര്യതയാണ്. എന്തിനാ നിങ്ങളുടെ റൂമിന് ഡോർ വെച്ചത്? ഹലോ, എന്തിനാ നിങ്ങളുടെ റൂമിന് ഡോർ വെച്ചത്? സ്വകാര്യത അല്ലേ? എന്തിനാ നിങ്ങളുടെ വീടിന് വാതിൽ വെച്ചത്? പറ. എനിക്കൊരു സെപ്പറേഷൻ വേണ്ടേ? എന്തിനാ നിങ്ങളുടെ വണ്ടിക്ക് ലോക്ക് വെച്ചത്? മറ്റുള്ളവർക്കതിനകത്ത് കയറാൻ അനുവാദം ഇല്ലാത്തത് കൊണ്ടല്ലേ? അങ്ങനെയാണ് നിന്റെ ദൈവം നിന്റെ സ്വകാര്യതയല്ലേ? നിന്റെ സ്വകാര്യതയെ സാത്താന്റെ മുമ്പിൽ തുറന്ന അന്ന് തോറ്റു. നിങ്ങൾ ആഴത്തിക്കട്ടെ. വല്ലതും കൽപ്പിച്ചിട്ടുണ്ടോ? അവ പറഞ്ഞു പിന്നെ തിന്നരുത്, തൊടുവല. അന്നേരം സാത്താന് സാധനം എടുത്തിട്ടു. ആ പഴം തിന്ന നീ ആരെ പോലെയാകും? എല്ലാ ചതികളും നടക്കുന്നത് ദൈവത്തിന്റെ പേരില. ഞാനിക്ക് ഒരു ചർച്ച ചെയ്തപ്പോൾ ഒരു പാസ്റ്റർ, ഒരു വിശ്വാസം ഇവിടെ പറയാം, 9 വെള്ളിയാഴ്ച യോഗത്തിന് വന്നാൽ നിന്റെ പ്രശ്നം മാറുമെന്ന്. അപ്പം ഞാൻ ആ പാസ്റ്ററോട് ചോദിച്ചു, 9 വെള്ളി എന്ന് പറഞ്ഞിട്ട് ദൂത് ബൈബിളിൽ ഇല്ലല്ലോ. നേരെ പാസ്റ്റർ പറഞ്ഞ അതെനിക്കും അറിയാം, ഇവളെ 9 വെള്ളിയാഴ്ച യോഗത്തിന് കൊണ്ടുവരാൻ വേറെ ഒരു മാർഗവും ഇല്ലെന്ന് പറഞ്ഞു. ഏയ്, ദൈവം എന്തെങ്കിലും കൽപ്പിച്ചിട്ടാണോ? ഉണ്ടോ? ഉണ്ട്. എന്തിനാ? ഉണരാൻ വേണ്ടിയിട്ടാ. ഹവ്വയോട് സാത്താൻ പറഞ്ഞതേ, ആ പഴത്തിനകത്ത്
നിന്നെ ദൈവത്തെ പോലെയാക്കുന്ന ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് നിങ്ങളെ ഇങ്ങനെ സാത്താൻ ഒരു കണ്ടന്റ് ഇട്ടാലുള്ള പ്രശ്നം എന്നാണെന്നറിയോ? പിന്നെ സംഭവിക്കുന്നില്ല അതിനോട് ബന്ധപ്പെട്ടതായിരിക്കും. ശരിക്കും കേക്ക്, ഹൗവ ആലോചിച്ച് ശരിയാണല്ലോ, പിന്നെ എന്തിനാ ദൈവം അത് മാത്രം തിന്നരുതെന്ന് പറഞ്ഞത്? നിങ്ങൾ ചുമ്മാ ഒരു മനുഷ്യർ പൊട്ടിക്കുന്ന ഒരു പടക്കം ഞാൻ പറയാം. സമാധാനത്തോടെ ഭാര്യയും ഭർത്താവും കൂടെ ജീവിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ഭാര്യനെ മാറ്റി നിർത്തിച്ചെന്ന് പറഞ്ഞത്, നിന്റെ ഭർത്താവിനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ കേട്ടോ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ആ മിനിറ്റ് തൊട്ട് അയാൾ ചെയ്യുന്നതെല്ലാം നമുക്ക് പ്രശ്നമാണ്. പറഞ്ഞു നോക്കൂ, ആ സെക്കൻഡ് തൊട്ട് അയാൾ അങ്ങോട്ട് തിരിഞ്ഞ പ്രോബ്ലം. അത് പിശാച്. ആ ഗ്ലോറി, യേശുവിന്റെ നാമത്തിൽ ജയം. അത് ഒരാളെ എന്ന് വെച്ച് പറയാ, നിങ്ങൾ സ്ഥിരമാണോ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നത്? നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളെക്കാളൊക്കെ ഇഷ്ടം മറ്റുള്ളവരോടാണ് കേട്ടോ. ഈ സാധനം ഇട്ട് കൊടുത്താൽ പിറ്റേ ഞായറാഴ്ച രഞ്ജിത്ത് പാസ്റ്റർ ഏതാണ്ട് തിരക്കിനകത്ത് സ്വോത്രം പറയാതെ അങ്ങോട്ട് പോയി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എവിടെ നിങ്ങൾ കളയുടെ വളം മേടിക്കാവോ? കളയുടെ വളം, കളയുടെ വളം. കളയ്ക്ക് വളമുണ്ടോ? കളയ്ക്ക് വിഷമുണ്ട്, കളയ്ക്ക് വളമില്ല. അടി എടാ, കളയുടെ ഇച്ചിരി വളം മേടിപ്പിക്കണം കേട്ടോ. നിങ്ങൾ പറ, അച്ഛന്മാര് പറ, കളയ്ക്ക് വളമുണ്ടോ? മുറ്റത്ത് വളരുന്ന കളയ്ക്ക് വളമുണ്ടോ? എന്നിട്ട് എന്നെ അന്തസ്സായിട്ടാ വളരുന്നല്ലേ? പക്ഷെ നല്ലത് വളം ഇടാതെ വളരുമോ? ആ ഇരിക്കുന്ന കണ്ടില്ലേ, വളരുകയല്ല. കളയ്ക്ക് വളമുണ്ടോ? കളയ്ക്ക് ഭൂമിയിൽ വളമുണ്ട്, നല്ലതിന് ഇവിടെ വളമില്ല. നെഗറ്റീവ് ഭയങ്കരമായിട്ട് പടരും, പോസിറ്റീവ് പടരുകയല്ല. ശ്രദ്ധിക്ക്, നീ മുടിഞ്ഞെന്നൊരു വാർത്ത യൂട്യൂബിൽ കൊടുക്കാമെങ്കിൽ 100K കാണും. നീ രക്ഷപ്പെടുന്ന കൊടുക്കാമെങ്കിൽ 25 പേര് കാണും. മിണ്ട്. ഹവ്വായ്ക്ക് പറ്റിയ അബദ്ധം എന്താ? കൂടെ പറഞ്ഞേ, വേണ്ടാത്തൊരു സാധനം ഡെലിവറി ചെയ്തു. സാത്താൻ പറഞ്ഞു, ആ പഴത്തിനകത്ത് ബ്ലെസ്സിങ് ഉണ്ടെന്ന് പറഞ്ഞു. ആ പഴം ഈസ് എ റിയൽ ട്രാൻസ്ഫോർമേഷൻ. നിനക്ക് ദൈവത്തെ പോലെ ആകാം. ഹവ്വ ആ പഴം തിന്നുക. എന്താണോ ചെയ്യരുതെന്ന് പറഞ്ഞത് അത് ചെയ്യുക. ഇനി നിങ്ങൾ എന്നെ കേട്ടോണം. ഹവ്വയ്ക്ക് നഷ്ടപ്പെട്ടത് മുടിയല്ല, നിറമല്ല, ഉയരമല്ല, സംസാരശേഷിയല്ല. ഹവ്വയ്ക്കുള്ളതൊന്നും നഷ്ടപ്പെട്ടില്ല. നഷ്ടപ്പെട്ടത് ഒരേ ഒരു സാധനം, തേജസ്. ഇനി നിങ്ങൾ പറ, സാത്താൻ പേടിക്കുന്നത് നമ്മുടെ ഉയരത്തെ അല്ല. ഈ സഭയോട് ദൈവം പറയുന്നു, സാത്താൻ പേടിക്കുന്നത് നിന്റെ മേൽ കിടക്കുന്ന തേജസ്സിനെയാ. ആ തേജസ്സിന്റെ കൈമാറ്റം ഇന്ന് പകൽ സംഭവിക്കട്ടെ. എന്തിനാ ഇന്ന് പകൽ വന്നെന്നറിയാമോ? ഹവ്വായിൽ നിന്ന് പറിച്ചെടുത്തതിന് ഒരു തലമുറ തിരിച്ചെടുക്കാൻ പോയാ. Come on. കരമടിക്കാമെങ്കിൽ കരമടിച്ച് ഹവ്വായിൽ നിന്ന് പിശാച് അപഹരിച്ചതിനെ
എനിക്ക് തേജസ്സിനെ കുറിച്ച് അധികം പ്രസംഗിക്കാൻ ആവേശമുണ്ട്, പക്ഷെ ഐ എം സോറി, സമയം. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അന്ന് ഹൗവ പുറത്തായി, പറ, ആദാം പുറത്തായി. നഷ്ടപ്പെട്ടത് തേജസ്. നഷ്ടപ്പെട്ടത് തേജസ്. തേജസ് നഷ്ടപ്പെട്ട കാലേ മുള്ളുകൊള്ളാൻ തുടങ്ങി. തേജസ് നഷ്ടപ്പെട്ടവൾക്ക് വേദന കയറാൻ തുടങ്ങി. തേജസ് നഷ്ടപ്പെട്ടവൾ വേർക്കാൻ തുടങ്ങി. മിണ്ടുന്നില്ല. തേജസ് നഷ്ടപ്പെട്ടപ്പോ ഇല കൊഴിയാൻ തുടങ്ങി. തേജസ് നഷ്ടപ്പെട്ടപ്പോ വാടാൻ തുടങ്ങി. തേജസ് നഷ്ടപ്പെട്ടപ്പോ ചേട്ടൻ അനിയനെ കൊല്ലാൻ തുടങ്ങി. തേജസ് നഷ്ടപ്പെട്ടപ്പോ പേടി വന്നു. തേജസ് നഷ്ടപ്പെട്ടപ്പോ അടിമത്വം. പ്രിയപ്പെട്ടവരെ, നാം നശിപ്പിച്ചത് അവന്റെ തേജസ്സാണ്. ഇനി നിങ്ങൾ എന്നോട് കൂടെ ഒരു ശകലം നേരം കൂടെ നിൽക്കണം. സത്യത്തിൽ നമ്മൾ ഈ അടുത്ത കുറേ നാളായിട്ട് തുടർമാനം കേൾക്കുന്ന ഒരു പ്രസംഗമാണ്. പറ മക്കളെ, തേജസ്, മഹത്വം, കാബോധ്, ഷെക്കീന, ഇല്ലേ? സത്യത്തിൽ ഐ എം സോറി, നമ്മൾ ഈ വാക്കുകളോട് ഭയങ്കര ലൗഡായിട്ട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, എന്തപ്പാ മഹത്വം? അന്നോട്ടം കാണുമ്പോഴേ അപകടമാ. എന്താ തേജസ്? അഞ്ജനമെന്നാൽ എനിക്കറിയാം, മഞ്ഞൾ പോലെ വെളുത്തിരിക്കുമെന്ന്. അപ്പൊ അഞ്ജന അറിയത്തില്ല, മഞ്ഞൾ അറിയത്തില്ല, വെളുപ്പം. ഞാൻ ചുമ്മാ തമാശയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാം. മറിയയുടെ ഗർഭപാത്രത്തിൽ വെച്ചല്ലേ യേശുവിനൊരു രൂപം, മാംസ ശരീരം കിട്ടിയത്? അതിനു മുമ്പത്തെ നമ്മുടെ ദൈവം എന്തായിരുന്നു? കഴിഞ്ഞോ? തേജസ്സായിരുന്നോ? വെളിപ്പാട് പുസ്തകത്തിൽ ഐ സീ ദ വോയിസ്, ഞാൻ കണ്ട ശബ്ദം. അതിനു മുമ്പുള്ള നമ്മുടെ ദൈവം വോക്കലാണ്. അതാണ് ബാറ, അതാണ് ആസാ, അതാണ് യാസാർ. അതാ സങ്കീർത്തനം 109 എഴുതിയത്. അവന്റെ ശബ്ദം മാൻപേടെ പ്രസവിപ്പിക്കുന്നു. വോയിസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ശബ്ദത്തിന്. ശ്രദ്ധിച്ചേ. ഞാൻ എനിക്ക് തൊണ്ട എത്രയും വയ്യാഞ്ഞിട്ട് എന്തെങ്കിലും പറയാനല്ല, വളരെ അത്യാവശ്യം ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാ. ഇല്ലെങ്കിൽ നമ്മൾ ഓടുന്നതെല്ലാം വെറുതെയാകാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്താണ് ഗ്ലോറി? എന്താണ് ഷെക്കീന? എന്താണ് കാബോധ്? എന്താ ദൈവത്തിന്റെ തേജസ്? തേജസ് ഒന്ന് ഒച്ചത്തി പറഞ്ഞ തേജസ്. ഒച്ചത്തി. ഞാൻ ഈ ഒരാളോടും ചോദിക്കാത്ത എന്നാന്നറിയോ? അവര് ശരി പറയുമെന്ന് പേടിച്ചിട്ടല്ല, തെറ്റ് പറഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ കിടത്തുകയല്ലാത്തത് കൊണ്ടാ. നമ്മൾ ആരാഞ്ഞിട്ടില്ല. നീ ഇത് വായിക്കുന്നതല്ലാതെ തേജസ് എന്നാന്ന് നീ ആരാഞ്ഞിട്ടുണ്ടോ? എടാ, സ്നേഹത്തോടെ നോക്കിക്കേ. തേജസ്, ദേവദാസന്മാരെ, തേജസ് ഒന്ന് പറഞ്ഞ് തേജസ്. തേജസ് ആ രണ്ട് മനസ്സിൽ പ്രാർത്ഥിക്കുക. തേജസ് വെളിപ്പെടുന്നതെന്നല്ല, അമ്മുടിഞ്ഞവൻ എന്നോട് ചോദിക്കല്ലേ എന്ന് പറ. തേജസ്, തേജസ്, തേജസ്. ഒച്ചത്തിൽ തേജസ്. ഒറ്റ വാക്ക് പറഞ്ഞേക്ക. തേജസ് എന്ന വാക്കിന് പല അർത്ഥങ്ങളുള്ളതിൽ ഒരർത്ഥം ബീജമെന്നാണ്. ഒച്ചത്തിൽ പറഞ്ഞേ, ബീജം. രണ്ടാം അർത്ഥം കേൾക്കണോ? ഒരു വാളിന്റെ മൂർച്ചയുള്ള വായ്ത്തല എന്ന് പറഞ്ഞാൽ ഒരു വാളിന് 7 കിലോ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് പ്രയോജനം ചെയ്യുന്നത് വണ്ണം വെച്ച ഭാഗമല്ല, ആ ഷാർപ്പായ സ്ഥലമുണ്ടല്ലോ, അവിടെ മൂർച്ചയില്ലെങ്കിൽ ആ വാള് കൊണ്ട് പ്രയോജനമുണ്ടോ? കമോൺ, പ്രയോജനമുണ്ടോ? ഈ ഒരുവന്റെ മേൽ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ബീജത്തിന്റെ കൈമാറ്റമാണ്. ഞങ്ങളുടെ രഞ്ജിത്ത് പാസിന്റെ ഇളയാളല്ലേ? ആന്നോ? ഹല്ലേലൂയ. മൂത്തയാളെ എനിക്കറിയില്ല. ഹല്ലേലൂയ. ഇളയാള്
നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോണം. ഇവിടെ ഈ ചർച്ചിനകത്ത് ഞായറാഴ്ച രാവിലെ വരും, സൺഡേ സ്കൂളുണ്ട്, അതിനകത്തോടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. ഈ നടക്കുന്ന നടപ്പിൽ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ സൂക്ഷിച്ചാൽ കാണാം, രഞ്ജിത്ത് പാസ് കൈവെക്കുന്ന പോലെ ചിലപ്പോൾ ഇങ്ങനെ കൈവച്ചുകൊണ്ട് നടക്കുന്ന കാണാം. ചിലപ്പോൾ അവൾ അങ്ങോട്ട് തിരിഞ്ഞ് നടന്നു പോവുക, കറക്റ്റ് അവിടെ അപ്പം നടക്കുന്നില്ല, ഇങ്ങനെ ഇങ്ങനെ പോകുന്ന കാണാം. എപ്പോഴുമില്ല, ചില സമയങ്ങളിൽ. എനിക്ക് തന്നെ പേടിച്ചു പോയി. ചില സമയത്ത് നമ്മൾ നിങ്ങൾ നോക്കുമ്പോൾ കറക്റ്റ് അവളുടെ അപ്പയോ അമ്മയോ നോക്കുന്ന പോലെ നോക്കുന്ന കാണാം. ചിലപ്പോൾ അവളുടെ ചിരിയെ സ്കാൻ ചെയ്താൽ കറക്റ്റ് അവിടെ അപ്പ ചിരിക്കുന്ന പോലെ ചിരിക്കുന്ന കാണാം. എത്ര നാൾ നിന്നെ ട്യൂഷൻ എടുത്തു അപ്പം നടക്കുന്ന പോലെ നടക്കാൻ? ട്യൂഷൻ എടുത്തോ? പപ്പ ചിരിക്കുന്ന പോലെ ചിരിക്കാനുള്ള ട്യൂഷൻ ഉണ്ടോ? പപ്പ നോക്കുന്നത് പോലെ നോക്കാനുള്ള ട്യൂഷൻ ഉണ്ടോ? അവിടെ പോയിരുന്നേ. നിങ്ങൾ പറയാ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഒരിക്കൽ പോലും ട്രെയിൻ ചെയ്തിട്ടില്ല നിങ്ങളെപ്പോലെ ആകാൻ. പക്ഷെ അവരെ അറിയാതെ ചലിച്ചാൽ നിങ്ങളാണ്. Come on. ഇത് പോരാ. അവർ ചലിച്ചാൽ കോട്ടയത്ത് തേജസ് ഇറങ്ങിയ സഭ യേശു ചലിച്ചതുപോലെ കോട്ടയത്ത് തേജസ് ഇറങ്ങിയ യേശു തേജസ് ഈ ചർച്ചിൽ ഇറങ്ങട്ടെ. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ദേവദാസന്മാരെ, തേജസ് ഒരു വെട്ടമല്ല, തേജസ് വാം ലൈറ്റ് അല്ല, തേജസ് എന്ന് പറഞ്ഞ സ്പാർക്കല്ല. ഒന്ന് മിണ്ടുന്നേ, ഒന്ന് സഹായിക്കേ. തേജസ് എന്ന് പറഞ്ഞ ഒച്ചയല്ല, തേജസ് പാട്ടല്ല, തേജസ് വെള്ള ഉടുപ്പല്ല, തേജസ് അവന്റെ ബീജമാണ്. എന്നെ ഞാൻ അവനായി മാറാൻ ശ്രദ്ധിച്ചേ. ബീജത്തിന്റെ അവിടെ നിന്നോ, ബീജത്തിന്റെ കൈമാറ്റം ഞാൻ പറയാം. അപ്പനിലുള്ളത് മകനിലേക്ക് വരും. യേശു വെള്ളത്തിന്റെ മേളിൽ നടന്നോ? പത്രോസ് നടന്നോ? പത്രോസ് നടന്നോ? കരമടിച്ച് അവനിലുള്ളത് സംഭവിക്കട്ടെ. Come on, take la ta 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 ra satara. അവനിലുള്ളത് Come on somebody. ഇതൊരു സാധാരണ പകലല്ല. ദൈവത്തിലുള്ളത് സഭയിലേക്ക് പകരുകയാ. ദൈവത്തിലുള്ളത് ഇനി ഞാൻ നിർത്താൻ പോവാ. പത്രോസ് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഓർക്കണം. വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞാൽ പുറമേ കാണുന്നതൊന്നും എൻ്റെ ഇല്ല. എന്നാൽ എന്നിൽ ഇൻബിൽറ്റ് ആയ ഒരു സാധനമുണ്ട്. എന്നിൽ ഇൻബിൽറ്റ് ആയ ഒരു സാധനമുണ്ട്.
അത് ഞാൻ നിനക്ക് തരാം. നസറേയനായ യേശു. ശബ്ദമുയർത്തി ആരാധിക്കാൻ. എനിക്കുള്ളത് ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മൊബൈലാണ്. ആപ്പ് സ്റ്റോറിനകത്തുനിന്നോ പ്ലേ സ്റ്റോറിനകത്തുനിന്നോ എനിക്ക് കുറെ സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. അതെപ്പം വേണേലും എനിക്ക് ഒച്ചത്തിൽ പറ ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾ എന്നെ സഹായിക്കാവോ? എപ്പം ഞാൻ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്തത് എനിക്ക് എപ്പം ഇഷ്ടമില്ലെന്ന് തോന്നുന്നോ പറ മക്കളെ, അപ്പം ഡിലീറ്റ് ചെയ്യാം. എന്നാൽ കമ്പനി ഇതിനകത്ത് വെച്ച് വിട്ട കുറെ സാധനമുണ്ട്. ഒരാമൻ പറഞ്ഞു നോക്കിക്കേ. കമ്പനി ഇതിനകത്ത് വെച്ച് വിട്ട സാധനമുണ്ട്. ഞാൻ തല കുത്തി നിന്നാലും അത് ഡിലീറ്റ് ആകുകയില്ല. അത് മന്ത്രവാദം ചെയ്താലും സ്വീകരിക്കുക. നിർത്തുവാണേ. സോറി. മഹത്വം, തേജസ് എന്ന വാക്കിന്റെ റേഞ്ച് ഇനി കർത്താവിന്റെ ദിവസം വിളിക്കുമായിരിക്കും അല്ലേ? വിളിക്കും. അന്നേരം പറയാം. ഒരു വാക്ക് ഞാൻ പറയാം. ഒരു മോശ ഒറ്റയ്ക്ക് മേളിലോട്ട് കയറിപ്പോയി. ഓർക്കുന്നുണ്ടോ? സീനായി. ആ പർവ്വതത്തിൽ മഹത്വം ഉണ്ടായിരുന്നു, ഗ്ലോറി. അത് മോശ ക്യാച്ച് ചെയ്യുന്നുണ്ട്. തെളിവ് തിരിച്ചു വരുമ്പോൾ അവന്റെ മുഖത്തുനിന്ന് ലൈറ്റനിങ്, മിന്നലടിച്ചെന്ന്. അപ്പൊ തേജസ്സിനെ ക്യാരി ചെയ്യുന്ന ഒരു തലമുറ. നിങ്ങൾ എന്നെ ആഴം മനസ്സിലാക്കിയ നല്ലതാ. തേജസ്സിനെ ക്യാരി ചെയ്യുന്നത്. പക്ഷേ ആ സംഭവം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞോ, മോശം ഇപ്പോഴും നിന്റെ മുഖത്ത് നോക്കാൻ മേലെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ കുറെ സമയം കഴിഞ്ഞപ്പോൾ അത് ലോസ് ചെയ്തു. വണ്ടിക്ക് കഴിഞ്ഞ മാസം കൊണ്ട് കാറ്റടിച്ചപ്പോൾ 33 അടിച്ചു. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ 27 പോയി, 5 പോയി. ഇതുപോലെ കുറെ നേരം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, മോശം ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ, ഇപ്പൊ അച്ഛൻ അടിപൊളി, ഹല്ലേലൂയ. അപ്പൊ ലോസ് ചെയ്യുന്നുണ്ട് തേജസ്. പക്ഷെ മാളിക മുറിയിൽ ഇറങ്ങിയ തേജസ്, ശ്രദ്ധിച്ചോണേ, അവിടെ എതിരിക്കുന്നൊരു പദമുണ്ട്. അവരുടെ മേൽ പതിഞ്ഞെന്നാണ്. പതിഞ്ഞു. ശ്രദ്ധിച്ചേ, ആ വാക്ക് ബൈബിളിൽ 2 സ്ഥലത്തുണ്ട്. ഒന്ന്, ദാവീദിന്റെ കല്ല് ഗോലിയാത്തിന്റെ നെറ്റിയിൽ പതിഞ്ഞു എന്നുള്ള വാക്കിന്റെ മലയാളം എന്നാണെന്നറിയോ? പറിച്ചെടുക്കാൻ മേലാത്ത അവസ്ഥ. മോശയിൽ താൽക്കാലികമായിട്ട് ഇറങ്ങിയ തേജസ് നമ്മുടെ കയ്യിൽ നിത്യമായിട്ട് തരികയാണ്. ഇനി ഒരു വാക്കോടെ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഒരു വാക്കോടെ. ഈ തേജസ്സിനെയും ക്യാരി ചെയ്തുകൊണ്ട് താഴോട്ട് വരുന്ന മോശ കണ്ട കാഴ്ച എന്നാ? 20 ലക്ഷം പേര് ഒരു കാളക്കുട്ടിയെ ആരാധിക്കുന്നു. മോശ ഒറ്റയാണ്, ഒറ്റയേറ്. കാളക്കുട്ടി തവിട് പൊടി അരച്ച് കലക്കി കുടിപ്പിക്കുക. അപ്പൊ 20 ലക്ഷം പേരെ മാനേജ് ചെയ്യാൻ അവന്റെ മേളിലിറങ്ങിയ ഗ്ലോറിക്ക് കഴിഞ്ഞു. ഒരു വിഗ്രഹത്തെ ഇല്ലായ്മ ചെയ്യാൻ അവന്റെ മേലിറങ്ങിയ ഗ്ലോറിക്ക് കഴിഞ്ഞെങ്കിൽ ഗ്ലോറി സ്വീകരിക്കുന്ന തലമുറ വേറൊരു തലമുറയാണ്. എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് സ്റ്റാൻഡ് ടുഗദർ പ്ലീസ്.
ഒന്ന് എഴുന്നേറ്റ് നിന്നേച്ച് വേറെ ഒന്നും ചോദിക്കരുത്. ലോർഡ്, Lord, I need your glory. I need your glory. കണ്ണുകളെല്ലാം അടച്ചു പിടിച്ചേച്ച് എൻ്റെ ദൈവമക്കളെല്ലാം അവനിലെ ബീജത്തിന്റെ കൈമാറ്റമല്ലേ ഗ്ലോറിയുടെ സ്വീകരണമെന്ന് പറഞ്ഞത്? നീ അവനായി മാറുന്ന പ്രക്രിയയല്ലേ ഗ്ലോറി ഏറ്റെടുക്കുന്നത്? ഉറപ്പ്, നീ വേറെ ഒരാളായി മാറും. Thanks for watching. A like would be appreciated. And don't forget to subscribe.